വളരെയധികം ചിന്തിപ്പിക്കുകയും മറ്റേ ടൈം ചിരിപ്പിക്കുകയും ചെയ്തൊരു മൂവിയായിരുന്നു കുടുംബസ്ഥൻ. ആൻഡ് ഈ ഒരു സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രീവിയസ് മൂവീസ് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കണ്ടന്റ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു കുടുംബത്തിലത്തെ എല്ലാ ചെലവുകളും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്ന ഒരു മിഡിൽ ക്ലാസ് മാന്റെ ഒരു ലൈഫാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്ന ചില അവസ്ഥകളും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ കൊണ്ട് സ്റ്റക്കായി നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് നമ്മളോട് കൂടി ഡൗട്ട് ചോദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ കാണുമ്പോൾ. ഈ സിനിമയെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും മറ്റേ ടൈം പിടിച്ചിരുത്തുകയും ചെയ്ത കാര്യം, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അയ്യോ ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് തരുന്ന സംഭവങ്ങൾ പറയുന്നതിന്റെ ഒപ്പം തന്നെ ഒരുപാട് സിറ്റുവേഷണൽ കോമഡീസ് അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ആ ഒരു ഹോൾ കാസ്റ്റിന്റെ പെർഫോമൻസ് ആയാലും ശരി, ആ ഒരു സിനിമയുടെ ഒരു ഫ്ലോ ആയാലും ശരി, ഓക്കെ ഇങ്ങനെയായിരിക്കണം ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് മാൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെയായാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതൊന്ന് ജീവിച്ച് കാണിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ജീവിച്ച് കാണിക്കുകയാണ് എല്ലാവരും ചെയ്തത്. പ്രത്യേകിച്ച് ഗുരു സോമസുന്ദരത്തിന്റെ ഒരു അളിയൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. നമുക്ക് കയ്യിൽ കിട്ടിയാൽ എന്തെങ്കിലും എന്താ പറയാ, ഇയാളിപ്പോ എന്റെ കയ്യിൽ കിട്ടിയണ്ടല്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ആൻഡ് ഓവറോൾ സിനിമ നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം ഓക്കെ ഒരുപാട് നമ്മളെ രസിപ്പിക്കുകയും ചെയ്ത ഒരു കണ്ടന്റ് ആയിരുന്നു ഈ ഒരു പടത്തിന്റെ മൊത്തത്തിൽ ഉള്ള ഒരു പോസിറ്റീവ് എന്ന് പറയാൻ. ശരിക്കും ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതേപോലത്തെ ഒരുപാട് പ്രാരാബ്ദമുള്ള ഒരു നായകന്റെ കഥ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ, ഇനി ഇതിലെന്താണ് പുതുമയായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനെ ഒരു ഹാൻഡിൽ ചെയ്ത രീതി, പ്രത്യേകിച്ച് മണികണ്ഠന്റെ ആ ഒരു ഇന്റർവ്യൂസ് ആയാലും അദ്ദേഹത്തിന്റെ പ്രീവിയസ് മൂവീസ് ആയാലും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഓക്കെ അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആളെ ഹാൻഡിൽ ചെയ്തു. പ്രത്യേകിച്ച് അതിലൊരു ബാത്റൂം സീക്വൻസ് ഉണ്ട്, സ്വയം ഇങ്ങനെ സംസാരിക്കുന്ന കുറെ സീക്വൻസുകളൊക്കെ ഉണ്ട്. അത് വളരെ നമുക്ക് എവിടെ പോലും പോകും, ഇതൊരു ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ ആയി പോലും അത് അത്ര ഈ ഒരു സീൻ അത്ര പോരാ അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് അത്ര പോരാ അങ്ങനെ എവിടെയും പറയിക്കാതെ വളരെ നൈസായിട്ട് തന്നെ വളരെ എന്താ പറയുക പീസ് ഓഫ് കേക്ക് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആൻഡ് ശരിക്കും തീർച്ചയായിട്ടും കണ്ടു വെക്കേണ്ട ഒരു പടം തന്നെയാണ് കുടുംബസ്ഥൻ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.